ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പ്രയാണത്തിന്റെ വീഡിയോ അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്ന കൊച്ചിയിലെ കടൽപ്പരപ്പിലൂടെയാണ്. നമ്മുടെ രാജ്യത്തിന്റെ തന്നെ അഭിമാനമായി മാറിയ ആദ്യത്തെ വാട്ടർ മെട്രോയിലൂടെയാണ് കൊച്ചിയിൽ സഞ്ചരിക്കുന്നത്. കൊച്ചിയിൽ കടൽ മാത്രമല്ല, കൊച്ചിയിലെ നഗരത്തിന്റെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി എന്നീ സ്ഥലങ്ങളും ചരിത്രപ്രധാനമായ ജൂത സ്ട്രീറ്റും എല്ലാമായി കൊച്ചിയുടെ കാഴ്ചകളിലൂടെയാണ് ഇന്നത്തെ പ്രയാണം. Before going into the video, please subscribe to my channel and click the bell button. If you like the video, don't forget to like and comment. വളരെ ചുരുങ്ങിയ ചെലവിൽ കൊച്ചിയിലെ ഒരു വൺ ഡേ ട്രിപ്പ് എങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് നോക്കാം. മറൈൻ ഡ്രൈവിനടുത്തുള്ള ഹൈക്കോർട്ട് ജംഗ്ഷൻ എന്ന സ്ഥലത്തു നിന്നുമാണ് വാട്ടർ മെട്രോയുടെ വിവിധ സർവീസുകൾ ആരംഭിക്കുന്നത്. അവിടെ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്ക് ഏകദേശം 20 മിനിറ്റാണ് യാത്രയ്ക്കായി ആവശ്യം വരുന്നത്. സാധാരണ മെട്രോ ട്രെയിൻ സർവീസുകളെ പോലെ തന്നെ കൗണ്ടറിൽ നിന്നും ഓൺലൈനായും നമുക്ക് ടിക്കറ്റുകൾ എടുക്കുവാനും യാത്ര ചെയ്യുവാനും സാധിക്കുന്നതാണ്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് കുറച്ചു നേരം അവരുടെ ക്യാബിനിൽ വെയിറ്റ് ചെയ്തപ്പോഴേക്കും നമ്മൾക്ക് യാത്ര ചെയ്യാനുള്ള ബോട്ട് എത്തി. രാജ്യത്തിലെ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ സർവീസാണ് കൊച്ചിയിലുള്ളത് എന്ന് പറഞ്ഞുവല്ലോ. നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചും വളരെ മനോഹരവുമായ ബോട്ടുകളാണ് ഇവിടെ സർവീസ് നടത്തുന്നത്. ബോട്ടിനകത്ത് കയറിയപ്പോൾ തന്നെ ഒരു സൈഡ് സീറ്റ് കിട്ടി. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുവാനും കാഴ്ചകൾ കാണുവാനും വളരെ സൗകര്യമായിരുന്നു. ബോട്ടിനകത്ത് കയറിയപ്പോൾ തന്നെ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിനായി ഒരു സ്റ്റാഫുണ്ട്. കൂടാതെ ഒരു LED സ്ക്രീനിൽ നമ്മൾ എടുക്കേണ്ട സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്ന ഒരു വീഡിയോയും പ്രദർശിപ്പിക്കുന്നുണ്ട്. പിന്നെ ടിക്കറ്റ് ചാർജ് പറഞ്ഞില്ലല്ലോ. ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്ക് ഒരാൾക്ക് യാത്ര ചെയ്യുന്നതിനായി 40 രൂപയാണ് ഈടാക്കുന്നത്. വാട്ടർ മെട്രോയിലെ യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ കൊച്ചിയുടെ ഒരു ലോങ് വ്യൂ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു വശത്ത് അതിമനോഹരമായ കെട്ടിട സമുച്ചയങ്ങളാണെങ്കിൽ മറ്റൊരു വശത്ത് പച്ചപ്പ് നിറഞ്ഞ മരങ്ങൾ കാഴ്ചയെ അതിമനോഹരമാക്കുന്നു. യാത്രയ്ക്കിടയിൽ തന്നെ ബോൾഗട്ടി പാലസും കണ്ടെയ്നർ ടെർമിനലും അതുപോലെ തന്നെ അറബിക്കടലിൽ ഒഴുകി നടക്കുന്ന കൂറ്റൻ ചരക്ക് കപ്പലുകളും നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടുത്തെ ജനജീവിതത്തിന്റെ ഭാഗമായ ഒരു ജങ്കാറാണ് ആ കാണുന്നത്. ധാരാളം യാത്രക്കാരെയും അവരുടെ വാഹനങ്ങളെയും എല്ലാം വഹിച്ചുകൊണ്ടാണ് ആ ബോട്ട് ജങ്കാറിൽ അടുപ്പിക്കുന്നത്. കൊച്ചിയിലെ നിത്യജീവിതത്തിന്റെ തിരക്കിലേക്ക് ഇവിടുത്തെ ജനങ്ങളെ അടുപ്പിക്കുന്നത് ഇത്തരം ജങ്കാറുകൾ ആണ്.
അറബിക്കടലിലൂടെയുള്ള ഈ വാട്ടർ മെട്രോയിലെ യാത്ര ആസ്വദിച്ചു തീരുമ്പോഴേക്കും നമ്മൾ ഫോർട്ട് കൊച്ചിയിലെത്തി. രാജ്യത്തിൻ്റെ തന്നെ അഭിമാനമായ ഈ സർവീസ് നമുക്ക് സമ്മാനിക്കുന്നത് ഒരു വ്യത്യസ്ത യാത്രാ അനുഭവം തന്നെയാണ്. ഫോർട്ട് കൊച്ചി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്നും ഒരു ഓട്ടോറിക്ഷയിൽ അടുത്തുള്ള പ്രധാന സ്ഥലങ്ങൾ കാണുവാൻ തീരുമാനിച്ചു. ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയും ചരിത്രപ്രധാനമായ ധാരാളം സ്ഥലങ്ങൾ അടങ്ങുന്ന ഒരു പ്രദേശമാണ്. ഇന്ത്യയുടെ മഹത്തായ നാവിക ശക്തിയുടെ ഓർമ്മപ്പെടുത്തലിന്റെ ഒരു നേർചിത്രമാണ് ഫോർട്ട് കൊച്ചിയിലെ ഈ മ്യൂസിയം. അറബികളുമായുള്ള കേരളത്തിന്റെ വ്യാപാര ബന്ധങ്ങൾ, സൂറത്തിലെ ഇന്ത്യൻ നാവികസേനയുടെ ഉദ്ഭവം, ജുനാഗഡ് ഓപ്പറേഷൻ, ഗോവയുടെ വിമോചനം, 1965-ലെയും 71-ലെയും ഇന്ത്യ പാക് യുദ്ധത്തിന്റെ പ്രദർശനം എന്നിവയൊക്കെ ഈ മ്യൂസിയത്തിന്റെ പ്രധാന ആകർഷണങ്ങൾ തന്നെയാണ്. ആയിരത്തി 1524 മരണമടഞ്ഞ വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം സംസ്കരിച്ചത് 15-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഇന്ത്യയിലെ തന്നെ പുരാതനമായ ഈ പള്ളിയിലാണ്. ആയിരത്തി 1568 പണി കഴിപ്പിച്ച ഒരു ജൂതപ്പള്ളി കൊച്ചിയിൽ ഉണ്ട്. ഇന്ന് കോമൺവെൽത്ത് രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും പുരാതനമായ സനഗോഗാണ് ഈ കാണുന്ന പരദേശി സനഗോഗ്.
വളരെ പുരാതനമായ ഈ കെട്ടിടത്തിന്റെ വാസ്തുവിദ്യയും പള്ളിക്കകത്തുള്ള ഇന്റീരിയർ വർക്കുമെല്ലാം വളരെ അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള വളരെ മനോഹരമായ അലങ്കാര വിളക്കുകളും അതുപോലെ തന്നെ താഴെ പതിച്ചിട്ടുള്ള ടൈൽസുകളുമെല്ലാം ഈ പള്ളിയുടെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു. വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഒരു കേന്ദ്രമാണ് ഈ ജ്യൂസ് സ്ട്രീറ്റ്. വെറും 500 മീറ്റർ മാത്രമേ നീളമുള്ളൂ എങ്കിലും ഈ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ യൂറോപ്യൻ കൺട്രീസിലെ ഏതെങ്കിലും സ്ട്രീറ്റിലൂടെ നടക്കുന്ന ഒരു അനുഭവമാണ് വിനോദസഞ്ചാരികൾക്ക് ലഭിക്കുന്നത്. ഈ സ്ട്രീറ്റിന്റെ പ്രൗഢി വർദ്ധിപ്പിക്കുവാൻ എന്നോണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചന്ദനത്തിരിയും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പെർഫ്യൂം ബോട്ടിലുമെല്ലാം ഈ സ്ട്രീറ്റിലെ ഒരു കടയിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ധാരാളം വിദേശ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഈ തെരുവ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെയും ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആളുകളുടെയും ഒരു പ്രിയപ്പെട്ട സ്ഥലം തന്നെയാണ്. അതിമനോഹരമായ ഈ തെരുവിൽ ഞാനും 1-2 പടങ്ങൾ എടുത്തുകൊണ്ട് പ്രയാണത്തിൻ്റെ ഇന്നത്തെ യാത്ര തൽക്കാലം ഇവിടെ നിർത്തുന്നു.